ഏതാണ്ട് അരമണിക്കൂറാകുന്നു. അതായത് അരമണിക്കൂറാകുന്നു. 93 സീമാഞ്ചൽ എണ്ണി തുടങ്ങിയെന്ന് തോന്നുന്നു. പക്ഷേ ഈ എൻ ഡിയുടെ കാരണം വെച്ചാൽ ബാക്കി മുഴുവൻ തങ്ങൾക്കൊപ്പമാണ് എൻ ഡി പറയുന്നത്. അല്ല, അങ്ങനെയല്ല. സീമാഞ്ചലിൽ വലിയ മൃഗീയ ഭൂരിപക്ഷം ഉണ്ടാകുമെന്നാണ് ആർ ജെ ഡിയും കോൺഗ്രസ് ഒക്കെ പറയുന്നത്. കിഷൻഗഞ്ചിലുണ്ടായ വലിയ ഭൂരിപക്ഷവും അവിടെ 10-25% അകത്ത് അല്ല, അതിൽ കൂടുതൽ. പക്ഷെ എന്നാലും നോക്കൂ, 13 സീറ്റ് കൂടി, ഒറ്റയടിക്ക് 13 സീറ്റ് കൂടി, 80 നിന്ന് 93 ചാടിയത്. 13 സീറ്റ് കൂടി. എൻ ഡി എയുടെ ലീഡ് എങ്ങനെയാണ് ഉയരുന്നത്? 1, 2, 3, 4 അങ്ങനെ പടിപടിയായി ഉയരുന്നു. ഇതാ 1 നിന്ന് 10 നേരെ കയറുകയാണ്. അപ്പോ 93 നിന്ന് 122 അവിടെ നിന്ന് 144 മഹാസഖ്യത്തിന് കയറാനാകുമോ? അതാണ് സസ്പെൻസ്. അങ്ങനെയാണെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ വിജയം അത് തീർച്ചയായും ഒരു ലീഡ് നില ഉയരാനുള്ള കാരണം അതാണ്. സീമാഞ്ചൽ മേഖലയിലടക്കം ഇപ്പോൾ ഏകദേശം അവിടെ ഉള്ള കൂടുതൽ സീറ്റുകളുടെ ഫലങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. 114, 93 എന്ന് പറയുമ്പോൾ അത് നമുക്ക് ഇഞ്ചാണ് എന്ന് ഉറപ്പായിട്ട് പറയാൻ കഴിയും. കാരണം മാറി മറിയാൻ നിമിഷങ്ങൾ മാത്രം മതി. 117 സീറ്റിലേക്ക് എൻ ഡി എ മാറുന്നു. 117 സീറ്റുകളിലേക്ക് എൻ ഡി എ മാറുന്നു. 93 സീറ്റുകളിൽ ഇപ്പോൾ 93 സീറ്റുകളിൽ ഇപ്പോൾ മഹാസഖ്യമാണ്. 12 സീറ്റുകളിൽ അതേഴ്സ് മത്സരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ 93 സീറ്റുകളിൽ തന്നെ ഏറ്റവും കൂടുതൽ സീറ്റുകൾ ലീഡ് ചെയ്യുന്നത് ആർ ജെ ഡി ആണ്. അതിൽ തന്നെ വികാസ്ശീൽ ഇൻസാൻ പാർട്ടിക്ക് 1 സീറ്റിൽ മാത്രമാണ് ലീഡ് ചെയ്യാൻ കഴിയുന്നത്. കോൺഗ്രസ് 10 സീറ്റുകളിൽ മാത്രമാണ് ലീഡ് ചെയ്യുന്നത്. അത്തരത്തിൽ വലിയ തോതിൽ കോൺഗ്രസിന് അവിടെ അവർക്ക് നേട്ടമുണ്ടാക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഇത്തവണയും ഉണ്ടാകുന്നു. കഴിഞ്ഞ തവണയും ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമുണ്ടായത് ആർ ജെ ഡി മത്സരിച്ച് നേട്ടമുണ്ടാക്കിയെങ്കിലും അത് ഭരണത്തിലേക്ക് എത്താൻ കഴിയാത്ത തരത്തിലേക്ക് സഖ്യകക്ഷികളുടെ ഭാഗത്തു നിന്ന് വലിയ പിന്തുണ, ഇടതു പാർട്ടികളല്ല മറ്റ് സഖ്യകക്ഷികളുടെ ഭാഗത്തുനിന്നുണ്ടായില്ല. അത് തന്നെയാണ് ഇപ്പോഴും കാണാൻ കഴിയുന്നത്. 117 സീറ്റുകളിലേക്ക് എൻ ഡി അവരുടെ ലീഡ് നില ഉയർത്തുന്നു. അവർ മെല്ലെ മെല്ലെ കയറി വരുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആർ ജെ ഡിക്കും ബി ജെ പിക്കും ജെ ഡി യുനും വലിയ തോതിൽ സീറ്റുകൾ ഇവിടെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നു. പക്ഷേ അഞ്ച് സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് കോൺഗ്രസ് എത്ര ലീഡ് ചെയ്യുന്നു അതിന്റെ നേർ പകുതി. പക്ഷേ സി പി എം കൂടെ ചേർക്കുമ്പോൾ ഇപ്പോൾ 9 സീറ്റുകളിലാണ് കഴിഞ്ഞ അവിടത്തെ പോലെ തന്നെയാണ്. അതായത് കഴിഞ്ഞ അവിടത്തെ പോലെ തന്നെ ആർ ജെ ഡിയും ഇടത് പാർട്ടികളും വലിയ തരത്തിലൂടെ ലീഡ് ചെയ്യുന്നു. രാഹുൽ ഗാന്ധിയുടെ പ്രചാരണത്തിന് വലിയ തോതിലുള്ള നേട്ടം ഉണ്ടാക്കാൻ ബീഹാറിൽ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് ചോദ്യ ചിഹ്നമായി ഇപ്പോൾ നിൽക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ മാറുന്നത്. ആർ ജെ ഡിയും ഇടതു പാർട്ടികളുമാണ് മഹാസഖ്യത്തെ ഇപ്പോൾ നയിച്ചുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ് അവർ ഉദ്ദേശിച്ച ഒരു റിസൾട്ട് ഇത്തവണയും ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. ആ കോൺഗ്രസ് ആണ് പലയിടത്തും വിമത സ്ഥാനാർത്ഥിയായും സൗഹൃദ മത്സരം എന്ന പേരിലും മത്സരിക്കാൻ വേണ്ടി പോയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നിലവിൽ ഇതുവരെ വന്നിരിക്കുന്ന 117, 93 നോക്കുമ്പോഴത്തേനും ഈ മഹാഗഠബന്ധൻ കയറുന്നുണ്ട്. ഒരു നെക്ക് ടു നെക്ക് ഫൈറ്റ് ആണെന്ന് പറയാം അല്ലേ? അതെ, തീർച്ചയായും നെക്ക് ടു നെക്ക് ഫൈറ്റ് ആണ്. നമ്മുടെ ഈ സ്ക്രീനിലേക്ക് നോക്കിയാൽ തന്നെ, നമ്മുടെ ഈ വീഡിയോ വാളിലേക്ക് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കും. 117, 93, 12 12 പ്രധാനപ്പെട്ട വോട്ടുകൾ അവിടെ, 12 സീറ്റുകൾ അവിടെ ലീഡ് ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോൾ പോലും ഒരു 50ഓളം സീറ്റുകളിൽ ആ 12 എന്ന് പറയുന്ന അതിൽ പ്രതിനിധാനം ചെയ്യപ്പെടുന്ന പാർട്ടികൾ വോട്ടുകൾ പിടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. 93, 117, 12. അത് മാത്രമല്ല, ഹാഫ് വേ മാർജിന്റെ അടുത്തെത്തിയിരിക്കുന്നു. 122 അടുത്താണ്. 122 അവിടെ അധികാരം നിലനിർത്തുന്നതിന് വേണ്ട കേവല ഭൂരിപക്ഷത്തിന് വേണ്ട മാർക്ക് എന്ന് പറയുന്നത് തൊട്ടടുത്തേക്ക് എത്തിയിരിക്കുന്നു. ഒരു കാര്യമുണ്ട്, ഇപ്പം ഈ പോസ്റ്റൽ ബാലറ്റ് എണ്ണി തുടങ്ങിയപ്പോൾ മുതൽ തന്നെ ഈ ജൻസ്വരാജ് പാർട്ടി അടക്കം അവരുടെ സ്വാധീനം ഉറപ്പിക്കുന്നു എന്നുള്ളതാണ്, അവരുടെ നില ഉറപ്പിക്കുന്നു എന്നുള്ളതാണ് ഉറപ്പായും. അപ്പം നാടകീയമായി തന്നെ ഇത് മുന്നോട്ട് പോവുകയാണ്. മഹാ ഫൈറ്റ് തന്നെയാണ്. ഏകപക്ഷീയമായ ഒരു വിജയം ആർക്കും ഉണ്ടാകില്ല, അല്ലെ ലിജോ, ആസിഫ്? തീർച്ചയായും ഏകപക്ഷീയമായ ഒരു വിജയത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നില്ല എന്നുള്ളതാണ്. അതായത് ഏതാണ്ട് എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങൾ പറഞ്ഞനുസരിച്ച് 90 സീറ്റുകൾ അല്ലെങ്കിൽ 95 സീറ്റുകൾ വരെയാണ് മഹാസഖ്യത്തിന് പല 101 മാക്സിമം 101 ആയിരുന്നു. പക്ഷേ ഇപ്പോൾ തന്നെ 93 സീറ്റുകളിൽ ലീഡ് ചെയ്യാൻ മഹാസഖ്യത്തിന് കഴിയുന്നുണ്ട്. അതായത് ഒരു ഏകപക്ഷീയമായ നീക്കത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നില്ല. കഴിഞ്ഞ 2020 ജിതേന്ദ്ര മാഞ്ചിയുടെ മരുമകൾ ദീപ മാഞ്ചി ലീഡ് ചെയ്യുന്നുണ്ട്. ഹിന്ദുസ്ഥാൻ ആവാ മോർച്ചയുടെ ദീപ മാഞ്ചി ലീഡ് ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ കഹൽഗോറിൽ പ്രവീൺ സിംഗ് ആണ് മുന്നിൽ നിൽക്കുന്നത്. രേണു ദേവി BJP ലീഡ് ചെയ്യുന്നു. BJPയുടെ രേണു ദേവി ലീഡ് ചെയ്യുന്നുണ്ട്. നിതീഷ് മിശ്ര മുന്നിൽ നിൽക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ വരുന്ന ഒരു പ്രതികരണം മാണിക്യൻ ഠാക്കൂറിന്റേതാണ്. മാണിക്യൻ ഠാക്കൂർ പറയുന്നത് പ്രതിപക്ഷത്തെ 65 ലക്ഷം വോട്ടർമാരെ ഒഴിവാക്കിയാൽ തിരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിൽ എന്ത് അത്ഭുതം സംഭവിക്കാനാണെന്ന് ലോക്സഭാ MP മാണിക്യൻ ഠാക്കൂർ ചോദിക്കുന്നതും ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. ഒപ്പം നീരജ് കുമാർ സിംഗ്, BJPയുടെ നീരജ് കുമാർ സിംഗും ലീഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ
പ്രമുഖരൊക്കെ ലീഡ് ഒരാള് ചെയ്യുന്ന പുറകോട്ട് പോകുന്ന ഒരു കാര്യം കൂടെ പറയാം. തേജസ്വി യാദവും കൂടെ ലീഡ് ചെയ്യുമ്പോൾ പുറകോട്ട് പോകുന്ന ഒരു കാര്യം, തേജ് പ്രതാപ് പുറകിലാണ്. ലീഡ് തിരിച്ചു പിടിച്ചു. ബിനിൽ പോതൻ ഇടയ്ക്കിടയ്ക്ക് വിട്ടുപോകുന്നുണ്ടോ? അല്ല, അത് അപ്ഡേറ്റ് മാറിപ്പോയതാണ്. ലീഡ് പുറകിലായിരുന്നു, എന്തായാലും തിരിച്ചു പിടിച്ചു. അദ്ദേഹം പാർട്ടിയിൽ എല്ലാം പുറകോട്ട് പോയതാണ്. ഇനി വോട്ടിൽ കൂടെ പുറകോട്ട് പോയ മനുഷ്യനെ സഹിക്കില്ലായിരുന്നു. കഴിഞ്ഞ ദിവസം തേജസ്വി യാദവിനെ അദ്ദേഹം നോക്കി നിൽക്കുന്ന ഒരു ദൃശ്യം ഉണ്ടായിരുന്നു സന്തീഷിന്റെ ഇന്റർവ്യൂവില്. നമ്മൾ ഈ വോട്ടെടുപ്പ് ദിനത്തിൽ കണ്ട ഒരു മനോഹരമായ ഒരു അല്ലെങ്കിൽ ഒരു കൗതുകം എന്നൊക്കെ തോന്നുന്നത്, ഒരു കുടുംബത്തിൽ എല്ലാവരും കൂട്ടത്തോടെ വന്ന് ഒരുമിച്ച് ഒന്ന് വോട്ട് ചെയ്യുന്നു, തേജ് പ്രതാപ് മാത്രം ഞാൻ ഇതിനൊന്നും പെട്ടതല്ല എന്ന് പറഞ്ഞിട്ട് തേജ് പ്രതാപ് വോട്ട് ചെയ്യുന്നു. ആ തേജ് പ്രതാപ് വോട്ട് ലീഡ് തിരികെ പിടിച്ചിട്ടുണ്ട്. ലിജോ തുടർന്നോളൂ. മഹാസഖ്യത്തിന്റെ ലീഡ് നില ഇടിഞ്ഞിട്ടുണ്ട്. കാരണം 90-ലേക്ക് ലീഡ് നില ഇടിഞ്ഞു. 118-ലേക്ക് NDAയുടെ ക്യാമ്പ് ലീഡ് നില വർദ്ധിപ്പിക്കുകയും ചെയ്തു. അതായത് നെക്കാണ് പലയിടങ്ങളിലും ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. ഒരു ഘട്ടത്തിൽ മഹാസഖ്യം ലീഡ് ചെയ്യുകയാണെങ്കിൽ നിമിഷങ്ങൾക്കകം അത് NDA ലീഡ് എടുക്കുന്നു. അതായത് ഓരോ മണ്ഡലത്തിലും ഇഞ്ചോടിഞ്ചാണെന്ന്, ഓരോ മണ്ഡലത്തിലും ഇഞ്ചോടിഞ്ചാണ്. പല മണ്ഡലങ്ങളിലും മാറി മറിഞ്ഞ ഫലസൂചനകൾ വരുന്നു. ഒരു കാര്യം മാത്രം ചോദിച്ചോട്ടെ, നമ്മളിപ്പോ ഈ പ്രധാനപ്പെട്ട പാർട്ടികളുടെ കാര്യം എല്ലാം പറഞ്ഞു. ഈ ചിരാഗ് പാസ്വാന്റെയും LJPയുടെ അവസ്ഥ എന്താണ്? ചിരാഗ് പാസ്വാനും LJPയും വളരെ മോശം പ്രകടനമാണ് ഇപ്പോൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 2 സീറ്റുകളിൽ മാത്രമാണ് ഇപ്പോൾ ലീഡ് ചെയ്യാൻ ചിരാഗ് പാസ്വാന് കഴിയുന്നത്. ചിരാഗ് പാസ്വാൻ ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ്, അതായത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള വലിയ തരത്തിലുള്ള അവകാശ പ്രഖ്യാപനങ്ങൾ നടത്തിയിരുന്നു. വലിയ തരത്തിൽ സീറ്റ് അവർ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ഫലം വരുമ്പോൾ അവർ വളരെ മോശം പ്രകടനമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴും JDU ഒതുക്കാനുള്ള ശ്രമം BJPയുടെ ഭാഗത്തുനിന്നും LJPയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു എന്നുള്ള വലിയ തരത്തിലുള്ള വിമർശനം നിലനിൽക്കുമ്പോൾ പോലും JDU വളരെ കൃത്യമായി അവിടെ സീറ്റ് ലീഡ് ചെയ്യുന്നുണ്ട്. ഏതാണ്ട് BJP 64, JDU 43. വലിയ വ്യത്യാസം. നമുക്ക് ഈ അവസ്ഥ വെച്ച് എന്താകും ബീഹാർ എന്നുള്ളതിന്റെ ഒരു വിശകലനങ്ങളിലേക്ക് കൂടി പോകാം.